നിബന്ധന പ്രകാരമുള്ള തീർത്ഥയാത്ര. സഹോദരന്മാർ ഒരുമിച്ച് തീരുമാനിച്ച പ്രകാരം മൂത്ത ആളായ യുധിഷ്ഠിരൻ ഒരു വർഷത്തേക്ക് ദ്രൗപദിയുടെ ഭർതൃപദം അലങ്കരിക്കുവാൻ തുടങ്ങി. ഒരു രാത്രിയിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് കയറി വന്ന ഒരു ബ്രാഹ്മണൻ തൻ്റെ പശുക്കളെ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നുള്ള പരാതി അർജുനനെ ബോധിപ്പിച്ചു. പരാതി കേട്ട പാർത്ഥൻ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ കള്ളന്മാരെ നേരിടാനുള്ള ആയുധങ്ങളെടുക്കാൻ ധർമ്മപുത്രരും ദ്രൗപദിയും ഉറങ്ങാൻ കിടന്ന മുറിയിലേക്ക് കയറി ചെന്നു. ഉടൻ തന്നെ ആയുധമെടുത്തിറങ്ങി കള്ളന്മാരിൽ നിന്നും പശുക്കളെ വീണ്ടെടുത്തു കൊടുത്ത് ബ്രാഹ്മണന്റെ പരാതിക്ക് പരിഹാരമുണ്ടാക്കി. നേരം വെളുത്തയുടൻ അർജുനൻ ജ്യേഷ്ഠനായ ധർമ്മപുത്രരെ ചെന്നുകണ്ട് തലേ രാത്രി അവരുടെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തിയതിന് മാപ്പ് ചോദിച്ചു. മുൻപ് നിശ്ചയിച്ചതനുസരിച്ച് താൻ ഒരു കൊല്ലക്കാലത്തെ തീർത്ഥാടനത്തിന് പോവുകയാണെന്നും അറിയിച്ചു. ഒരു പ്രജയുടെ പരാതി പരിഹരിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായല്ലേ മുറിയിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ തീർത്ഥയാത്ര പോകേണ്ടതില്ലെന്ന് ധർമ്മപുത്രർ പറഞ്ഞു നോക്കിയെങ്കിലും അർജുനൻ വഴങ്ങിയില്ല. തീർത്ഥയാത്ര പുറപ്പെട്ട അർജുനൻ ഗംഗാനദീ തീരത്തുള്ള വനപ്രദേശത്ത് താമസമാക്കി. ഒരു ദിവസം ഗംഗാനദിയിൽ കുളിക്കുകയായിരുന്ന പാർത്ഥനെ ഏതോ ഒരു അജ്ഞാത ശക്തി നദിയുടെ അഗാധതയിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി. കൗരവ്യൻ എന്ന നാഗരാജാവിൻ്റെ മകൾ ഉലൂബി അർജുനനെ കണ്ട് മോഹിതയായതിനെ തുടർന്ന് അവളാണ് പാർത്ഥനെ നദിയുടെ അഗാധതയിലേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. അന്നു രാത്രി സുന്ദരിയായ ഉലൂബിയോടൊപ്പം കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടിയ അർജുനനെ അവൾ തന്നെ പിറ്റേ ദിവസം ഗംഗാതീരത്തെത്തിച്ചു. ജലത്തിൽ വെച്ച് ആർക്കും അർജുനനെ തോൽപ്പിക്കാനാവില്ലെന്ന വരം ഉലൂബി നൽകുകയുണ്ടായി. അർജുനന് ഉലൂബിയിൽ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് ഇരാവാൻ. ഹിമാലയ സാനുക്കളും കലിംഗ രാജ്യവും മഹേന്ദ്രപർവ്വതത്തിലുള്ള പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച പാർത്ഥൻ മണിപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന ചിത്രാംഗത രാജാവിൻ്റെ അടുത്തെത്തി. ചിത്രാംഗതൻ്റെ സുന്ദരിയായ പുത്രി ചിത്രാംഗതയെ കണ്ട് മോഹിച്ച അർജുനൻ രാജാവിനോട് അദ്ദേഹത്തിൻ്റെ പുത്രിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചു. ചിത്രാംഗത തൻ്റെ ഏക പുത്രിയായതിനാൽ അവളിലുണ്ടാകുന്ന പുത്രനെ തൻ്റെ രാജ്യം ഭരിക്കാൻ തനിക്ക് നൽകണമെന്ന വ്യവസ്ഥയിൽ ചിത്രാംഗതൻ പുത്രിയെ അർജുനന് വിവാഹം ചെയ്തു കൊടുത്തു. ചിത്രാംഗതയിൽ പാർത്ഥനുണ്ടായ പുത്രനാണ് ബഭ്രുവാഹനൻ. മണിപുരത്തു നിന്നും ഗോകർണം വരെ വടക്കോട്ട് സഞ്ചരിച്ച പാർത്ഥൻ അവിടെ വെച്ച് ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വഴിപോക്കരിൽ നിന്നും അറിയാൻ കഴിഞ്ഞ പാർത്ഥന് സുഭദ്രയെ സ്വന്തമാക്കണമെന്ന മോഹമുദിച്ചു. ഒരു കപട സന്യാസിയുടെ വേഷം ധരിച്ച് അരയാൽ ചുവട്ടിൽ ഇരിപ്പുറപ്പിച്ച പാർത്ഥനെ ശ്രീകൃഷ്ണൻ തൻ്റെ ദിവ്യശക്തിയാൽ തിരിച്ചറിയുകയും പാർത്ഥൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിന് രൈവതക പർവ്വതത്തിൽ താമസിക്കാൻ വേണ്ട ഏർപ്പാടുകൾ കൃഷ്ണൻ തന്നെ ചെയ്തു കൊടുത്തു. രൈവതക പർവ്വതത്തിൽ വെച്ച് നടക്കുന്ന യാദവരുടെ ഉത്സവാഘോഷ ദിനം വന്നെത്തി. ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ ദ്വാരകയിൽ നിന്നും കൃഷ്ണ ബലരാമന്മാരോടൊപ്പം സഹോദരി സുഭദ്രയും അവിടെ എത്തി. സുഭദ്രയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അർജുനൻ അവളെ അപഹരിച്ചു കൊണ്ട് പോയാൽ എന്താ എന്ന് ചിന്തിച്ചു. അതിന് കൃഷ്ണൻ കൂട്ടുനിന്നു എന്നും വരും. പക്ഷേ ബലരാമൻ സമ്മതിക്കുകയില്ല. സുഭദ്ര അർജുനന്മാരുടെ വിവാഹത്തിന് ബലരാമനാണ് തടസ്സം. ഉത്സവവേളയിൽ തേജസ്വിയായ ഒരു സന്യാസിയെ കണ്ട ബലരാമന് അദ്ദേഹത്തോട് ബഹുമാനം തോന്നി. താമസിച്ചില്ല, മുനിയെയും കൂട്ടി ബലരാമൻ ദ്വാരകയിലെത്തി സുഭദ്രയുടെ വസതിക്കരിയിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. മുനിയെ ശുശ്രൂഷിക്കാനും പരിചരിക്കുവാനും സുഭദ്രയെയും തോഴികളെയും ഏർപ്പാടാക്കി. യുവകോമളനായ സന്യാസിയെ കന്യകയായ സുഭദ്രയുടെ വസതിക്കരിയിൽ താമസിപ്പിച്ചത് ശരിയായില്ലെന്നും മുനിയെ പരിചരിക്കാൻ സുഭദ്രയെ ഏർപ്പാടാക്കിയത് തീരെ ശരിയായില്ലെന്നും കൃഷ്ണൻ ബലരാമന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം അത് കേട്ട ഭാവം നടിച്ചില്ല. സന്യാസി വേഷം ധരിച്ച് ദ്വാരകയിൽ കയറിപ്പറ്റിയ അർജുനന് സുഭദ്രയുമായി അടുത്തിടപഴകാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. എല്ലാം അറിയാമായിരുന്ന ശ്രീകൃഷ്ണനാകട്ടെ അവരുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തിക്കൊടുക്കണമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും ചെയ്തു. ഒരു ദിവസം ദ്വാരകയ്ക്ക് അടുത്ത് വെച്ച് നടക്കുന്ന മഹാദേവ പൂജയിൽ പങ്കുകൊള്ളാൻ ബലരാമനും സാത്വികിയും പോയ തക്കം നോക്കി കൃഷ്ണൻ കശ്യപന്റെ പുരോഹിത്യത്തിൽ ചുരുക്കം ചിലരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സുഭദ്ര അർജുനന്മാരുടെ വിവാഹം നടത്തിക്കൊടുത്തു. ബലരാമനും സാത്വികിയും മടങ്ങിയെത്തുന്നതിന് മുൻപായി വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി സുഭദ്ര അർജുനന്മാർ രഥത്തിലേറി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു. എതിർത്തുനിന്ന ഭടന്മാരെയെല്ലാം പാർത്ഥൻ തോൽപ്പിച്ചോടിച്ചു. മഹാദേവ പൂജ കഴിഞ്ഞ് തിരിച്ചെത്തിയ ബലരാമൻ വിവരങ്ങളറിഞ്ഞ് കോപിഷ്ഠനായി. കുരുവംശം മുഴുവൻ താൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പുറപ്പെടാനൊരുങ്ങിയ രാമനെ ശ്രീകൃഷ്ണൻ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, സുഭദ്രയ്ക്ക് അനുരൂപനും യോഗ്യനുമായ അർജുനനെ തന്നെ വരനായി ലഭിച്ചതിൽ നാം സന്തോഷിക്കുകയല്ലേ വേണ്ടത്. കൃഷ്ണന്റെ അഭിപ്രായം ശരിയാണെന്ന് തോന്നിയ ബലരാമൻ പെങ്ങൾക്ക് സ്ത്രീധനമായി ഒട്ടേറെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമെടുത്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു. കൂടെ കൃഷ്ണനുമുണ്ടായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ സുഭദ്ര അർജുനന്മാരെ സഹോദരന്മാരും പാഞ്ചാലിയും
മാതാവ് കുന്തിയും ഹൃദ്യമായി സ്വീകരിച്ചു. സമ്മാനങ്ങളുമായി എത്തിയ കൃഷ്ണബലരാമന്മാരെയും അവർ യഥായോഗ്യം സൽക്കരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അർജുനന് സുഭദ്രയിൽ അഭിമന്യു എന്ന പുത്രൻ ജനിച്ചു. പാഞ്ചാലിക്കാകട്ടെ ഓരോ വർഷം ഇടവിട്ട് പാണ്ഡവർ ഓരോരുത്തരിൽ നിന്നുമായി ഓരോ പുത്രന്മാർ ജനിച്ചു. ധർമ്മപുത്രർക്ക് പ്രതിവിന്ധ്യൻ, ഭീമന് സുതസോമൻ, അർജുനന് ശ്രുതകർമാവ്, നകുലന് ശതാനീകൻ, സഹദേവന് ശ്രുതസേനൻ. ഇവരാണ് പുത്രന്മാർ. ഗാണ്ഡവദഹനം. യമുനാ നദീ തീരത്താണ് ഗാണ്ഡവവനം. ഒരു ദിവസം കൃഷ്ണാർജുനന്മാർ യമുനാ നദിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കെ ബ്രാഹ്മണ വേഷധാരിയായ ഒരാൾ അവരുടെ മുന്നിലെത്തി ഇങ്ങനെ അപേക്ഷിച്ചു: അഗ്നിയാണ് ഞാൻ. എന്നെ ദയവായി ഒന്ന് സഹായിക്കണം. ഞാൻ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് വളരെ നാളുകളായി. അടുത്തുള്ള ഗാണ്ഡവവനം ഭക്ഷണമാക്കിയാൽ കൊള്ളാമെന്ന മോഹം എനിക്കുണ്ട്. പക്ഷേ ആ വനത്തിൽ കഴിയുന്ന തക്ഷകൻ എൻ്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയാകുന്നു. ആർത്തിയോടെ ഞാൻ ഗാണ്ഡവവനം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോഴേ തക്ഷക സുഹൃത്തായ ദേവേന്ദ്രൻ ശക്തമായ മഴ പെയ്യ്ക്കുന്നു. ദയവായി ഇന്ദ്രനെ മഴ പെയ്യ്ക്കുന്നതിൽ നിന്നും തടഞ്ഞ് ഗാണ്ഡവവനം ദഹിപ്പിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടാക്കിത്തരണം. അപ്പോൾ പാർത്ഥൻ പറഞ്ഞു: അല്ലയോ അഗ്നി ഭഗവാൻ, എനിക്ക് ശക്തമായ ഒരു വില്ലും ശരമൊടുങ്ങാത്ത ആവനാഴിയും തരാമെങ്കിൽ അങ്ങയുടെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു തരാം. അർജുനന്റെ വാക്കുകൾ കേട്ട അഗ്നി ഭഗവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വരുണൻ പ്രത്യക്ഷനായി പാർത്ഥന് ഗാണ്ഡീവം എന്ന വില്ലും ശരമൊഴിയാത്ത ഒരു ആവനാഴിയും നൽകി. അഗ്നി ഗാണ്ഡവവനം ഭക്ഷിക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ ദേവേന്ദ്രൻ അതിശക്തമായി മഴ പെയ്യ്ക്കാൻ തുടങ്ങി. പാർത്ഥൻ ഉടൻ തന്നെ ഗാണ്ഡവവനത്തിന് മുകളിലായി ശരങ്ങൾ കൊണ്ടൊരു നെടുമ്പുര നിർമ്മിച്ചു. ഒരു തുള്ളി വെള്ളം പോലും വനത്തിനകത്ത് വീഴാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ അഗ്നിക്ക് നിർബാധം വനം മുഴുവൻ ഭക്ഷിക്കാൻ കഴിഞ്ഞു. ആക്രമണത്തിനൊരുങ്ങി വന്ന ദേവേന്ദ്രനെയും ദേവസൈന്യത്തെയും പാർത്ഥൻ അടിയറവ് പറയിച്ചു. ഗാണ്ഡവവനം മുഴുവൻ ദഹിച്ചു തീരാൻ 15 ദിവസമെടുത്തു. വനത്തിൽ നിന്നും അഗ്നിക്കിരയാകാതെ രക്ഷപ്പെട്ടത് കേവലം 6 പേർ മാത്രമാണ്. 1 തക്ഷകപുത്രനായ അശ്വസേനൻ, 2 അസുരശില്പിയായ മയൻ, പിന്നെ ശാർങ്ങകപക്ഷി മന്ദപാലന്റെ 4 കുഞ്ഞുങ്ങളും. ഇന്ദ്രസുഹൃത്തായ തക്ഷകൻ ഗാണ്ഡവദഹനത്തിന് മുൻപ് തന്നെ ആ പ്രദേശം ഒഴിവാക്കിയിരുന്നു. തൻ്റെ സുഹൃത്തായ തക്ഷകനും അവൻ്റെ പുത്രനും യാതൊരു അപകടവും സംഭവിക്കാതെ അഗ്നിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തതിൽ പാർത്ഥനോട് ഇന്ദ്രന് അതിയായ സ്നേഹം തോന്നി. അർജുനന് വേണ്ടത്ര ദിവ്യാസ്ത്രങ്ങൾ അധീനമാവാനും കൃഷ്ണന് പാർത്ഥനുമായി എന്നെന്നും നശിക്കാത്ത സ്നേഹബന്ധം പുലർത്താനും വേണ്ട വരങ്ങൾ ദേവേന്ദ്രൻ കൃഷ്ണാർജുനന്മാർക്ക് നൽകി അപ്രത്യക്ഷമായി. സഭാമന്ദിര നിർമ്മാണം. ഒരിക്കൽ യമുനാ നദീ തീരത്ത് വിശ്രമിക്കുകയായിരുന്ന കൃഷ്ണാർജുനന്മാരുടെ സമീപം അസുരശില്പിയായ മയൻ വന്ന് വണങ്ങി നിന്നു. വിശേഷം തിരക്കിയ കൃഷ്ണനോട് മയൻ പറഞ്ഞു: ഗാണ്ഡവവനം അഗ്നിക്കിരയായപ്പോൾ എൻ്റെ ജീവനെ ഒരു പോറൽ പോലും ഏൽക്കാതെ പാർത്ഥൻ എന്നെ രക്ഷിച്ചതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പ്രാണരക്ഷയ്ക്ക് പകരമായി ഞാൻ ഒന്നും സ്വീകരിക്കുകയില്ല. മാത്രമല്ല അത് അനുചിതവുമാണ്. അർജുനന്റെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു: പാർത്ഥൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പിന്നെ മയന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മറ്റൊരു ശില്പിക്കും ഒരിക്കലും പണിയാൻ സാധ്യമല്ലാത്ത മനോഹരമായ ഒരു സഭാമന്ദിരം ഇന്ദ്രപ്രസ്ഥത്തിലെ പാണ്ഡവ രാജധാനിയിൽ പണിയുക. കൃഷ്ണന്റെ വാക്കുകൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ മയൻ സഭാമന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കലാവിരുതോടെ പണി കഴിച്ച മന്ദിരം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന തറകളായിരുന്നു. അതുകൊണ്ട് സഭയിൽ കയറുന്നവർക്ക് സ്ഥലജല ഭ്രമമുണ്ടാകും. 2 ആഴ്ച കൊണ്ട് സഭാമന്ദിരത്തിന്റെ പണി മയൻ പൂർത്തിയാക്കി. ശുഭമുഹൂർത്തം നോക്കി പാണ്ഡവർ സഭയിൽ പ്രവേശിച്ചു. ഒട്ടേറെ ജനങ്ങൾ സഭ സന്ദർശിക്കാനെത്തി. സഭാമന്ദിരത്തിന്റെ കീർത്തിയെക്കുറിച്ച് ഹസ്തിനപുരിയിൽ ദുര്യോധനാദികളും കേൾക്കാനിടയായി. ശ്രീകൃഷ്ണൻ ദ്വാരക വിട്ടു പോന്നിട്ട് കുറെ നാളുകളായതിനാൽ കുന്തി മാതാവിനോടും സുഭദ്ര, ദ്രൗപദി, പാണ്ഡവന്മാർ ഇവരോടുമെല്ലാം യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളിയ നാരദമുനിയെ പാണ്ഡവന്മാർ യഥായോഗ്യം സൽക്കരിച്ചാദരിച്ചു. ബ്രഹ്മസഭയേക്കാളും ശ്രേഷ്ഠമാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ സഭാമന്ദിരമെന്ന് മുനി അഭിപ്രായപ്പെട്ടു. പിതൃലോകത്ത് വെച്ച് പാണ്ഡവരുടെ പിതാവായ പാണ്ഡുവിനെ കണ്ട കാര്യം സൂചിപ്പിച്ച നാരദ മഹർഷി മക്കൾ ഒരു രാജസൂയ യാഗം കഴിക്കണമെന്നത് പാണ്ഡുവിൻ്റെ ആഗ്രഹമാണെന്നും അധികം വൈകാതെ അത് നിറവേറ്റണമെന്നും പാണ്ഡവരോട് പറഞ്ഞ ശേഷം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കൃഷ്ണനുമായി പാണ്ഡവർ രാജസൂയത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തു. നാരദ മഹർഷി പറഞ്ഞ കാര്യം ശരിയാണ്. രാജസൂയം നടത്തേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ അതിനു മുന്നോടിയായി ജരാസന്ധനെ ജയിക്കണം. എങ്കിലേ രാജസൂയം എളുപ്പം നിർവഹിക്കാനാകൂ. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട പാണ്ഡവർക്ക് അത്ഭുതമായി. അപ്പോൾ ഭഗവാൻ ജരാസന്ധന്റെ കഥ പറഞ്ഞു തുടങ്ങി. കാശി രാജാവിൻ്റെ ഇരട്ടപ്പെട്ട 2 പെൺകുട്ടികളെ മഗധയിലെ രാജാവായ
ബൃഹദ്രഥൻ വിവാഹം ചെയ്യുകയുണ്ടായി. വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടും തനിക്ക് സന്തതികളൊന്നും ഉണ്ടാകാത്തതിനാൽ ദുഃഖിതനായ ബൃഹദ്രഥൻ ഗൗതമപുത്രനായ ചണ്ഡകൗശികനോട് സങ്കടം ബോധിപ്പിച്ചു. ബൃഹദ്രഥന്റെ സങ്കട നിവാരണത്തിനായി ചണ്ഡകൗശികൻ ദിവ്യസിദ്ധിയുള്ള ഒരു മാമ്പഴം നൽകി അത് ഭക്ഷിക്കുമ്പോൾ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ആ മാമ്പഴം ബൃഹദ്രഥൻ തൻ്റെ 2 ഭാര്യമാർക്ക് പകുതി പകുതി കൊടുത്തു. മാമ്പഴത്തിന്റെ പകുതി മാത്രം 2 പേരും ഭക്ഷിച്ചതിനാൽ 2 പത്നിമാരും പകുതി കുട്ടികളെ വീതമാണ് പ്രസവിച്ചത്. ദുഃഖിതനായ ബൃഹദ്രഥൻ ആ 2 മാംസപിണ്ഡങ്ങളും ദൂരെ വനത്തിൽ ഉപേക്ഷിച്ചു. അവിടെ പാർത്തിരുന്ന ജര എന്നു പേരുള്ള ഒരു രാക്ഷസി മാംസപിണ്ഡങ്ങളെ ചേർത്ത് വച്ചപ്പോൾ അത് ഒരു മനുഷ്യക്കുഞ്ഞായി കരച്ചിൽ ആരംഭിച്ചു. പുത്രദുഃഖത്താൽ വിവശനായ ബൃഹദ്രഥന് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് രാക്ഷസി നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. രാജപത്നിമാരുടെ ഗർഭത്തിൽ ഉണ്ടായ ആ മാംസപിണ്ഡങ്ങളെ ജര സന്ധിപ്പിച്ചതിനാൽ രാജാവ് തൻ്റെ പുത്രന് ജരാസന്ധൻ എന്ന് നാമകരണം നടത്തി. ജരാസന്ധൻ ബലവാനായ യുവാവായി തീർന്ന അവസരത്തിൽ ബൃഹദ്രഥൻ അയാളെ രാജ്യഭാരം ഏൽപ്പിച്ച് പത്നിമാരോടൊത്ത് തപസ്സനുഷ്ഠിക്കാൻ കാട്ടിലേക്ക് പോയി. കാലക്രമേണ അജയ്യനായ രാജാവായി തീർന്ന ജരാസന്ധൻ തൻ്റെ മകളെ മധുരാപുരിയിലെ രാജാവായ കംസനാണ് വിവാഹം ചെയ്തു കൊടുത്തത്. കംസനെ കൊന്ന എന്നോട് ജരാസന്ധന് കടുത്ത ശത്രുതയാണ്. ഭീമാർജുനന്മാർ എന്നോട് സഹായിക്കുകയാണെങ്കിൽ ജരാസന്ധനെ വധിച്ച് രാജസൂയ നിർവഹണം നമുക്ക് സുഖകരമാക്കാം. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട പാണ്ഡവന്മാർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജരാസന്ധ വധത്തിനായി ഭീമനും പാർത്ഥനും സന്തോഷപൂർവ്വം ശ്രീകൃഷ്ണനോടൊപ്പം യാത്രയായി. ബ്രാഹ്മണരുടെ വേഷത്തിൽ മഗധയുടെ തലസ്ഥാനമായ ഗിരിവജ്രത്തിലെത്തിയ ശ്രീകൃഷ്ണാർജുനന്മാർ ജരാസന്ധൻ നൽകിയ സൽക്കാരങ്ങളൊന്നും സ്വീകരിച്ചില്ല. മറിച്ച് തങ്ങളിൽ ഒരാളോട് ദ്വന്ദ്വയുദ്ധത്തിന് വരണമെന്നാണ് ജരാസന്ധനോട് അവർ ആവശ്യപ്പെട്ടത്. കൂട്ടത്തിൽ മിടുക്കുള്ള ഭീമനെയാണ് ജരാസന്ധൻ ദ്വന്ദ്വയുദ്ധത്തിനായി തിരഞ്ഞെടുത്തത്. ഭീമനും ജരാസന്ധനുമായി നടന്ന കടുത്ത ദ്വന്ദ്വയുദ്ധം 14 ദിവസങ്ങളോളം നീണ്ടുനിന്നു. ഒടുവിൽ ഭീമൻ ജരാസന്ധനെ 2ആയി വലിച്ചു കീറി കാലപുരിയിലേക്ക് അയച്ചു. ജരാസന്ധ വധത്തിന് ശേഷം അവിടെ തടവിലായിരുന്ന രാജാക്കന്മാരെയെല്ലാം മോചിപ്പിച്ച് ജരാസന്ധ പുത്രനായ സഹദേവനെ മഗധയിലെ രാജാവായി കൃഷ്ണൻ വാഴിച്ചു. തുടർന്നുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ.